ഇതാണ് ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ. അതിന്റെ 42-ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകൂല എന്ന് എഴുതിയ ജബ്ബാർ മൗലവി ഇത് അൽ ഇസ്ലാഹ് മാസികയിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അൽ ഇസ്ലാഹ് മാസികയിൽ നിങ്ങൾ എഴുതിയിട്ടില്ലേ, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്നെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ. ആരൊക്കെയാണ് ആ പടപ്പുകൾ? ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ, മലക്ക്, ജിന്ന്. എന്നെ സഹായിക്കണേ എന്ന് എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിൽ അതിൽ സഹായത്താട്ടമില്ല എന്ന് പറഞ്ഞാൽ ശിർക്കില്ല എന്ന് വളരെ വ്യക്തമായി ജബ്ബാർ മൗലവി എഴുതി വെച്ചു. എന്നിട്ട് ആ ജബ്ബാരിയൻ തൗഹീദിനെ അയാളെ ഇരുത്തിയിട്ടാണ് നമ്മുടെ മൗലവി പൊളിച്ചത്. നിങ്ങൾ എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചത്? അത് പറയണം നിങ്ങൾ. ഇപ്പൊ പ്രാർത്ഥന എന്താ ഞങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല ഈ പറഞ്ഞത്. ഖൗലുസ്സദീദ് റഷീദ് മൂസ മുസ്ലിയാർ എഴുതിയ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തോ അതേ പ്രാർത്ഥന. നാട്ടികവി മൂസ മുസ്ലിയാരുടെ ഈ പുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് എന്താണോ പറഞ്ഞത് അതേ പ്രാർത്ഥന. അത് മതി ഞങ്ങൾക്ക്, വേറെ ഒരു ഉദ്ദേശവും ആവശ്യമില്ല.